ഹലോ, അപ്പം നമ്മൾ ഇന്നൊരു ബ്ലൗസിന്റെ കട്ടിങ് വീഡിയോ ആണ് ഇവിടെ ചെയ്യുന്നത്. ആദ്യം നമ്മൾ ബാക്ക് പോർഷൻ ആണ് കട്ട് ചെയ്യുന്നത്. ഇതുപോലെ തുണി രണ്ടാക്കി മടക്കിയിട്ടതിന് ശേഷം നമ്മുടെ ബ്ലൗസിന്റെ ഇറക്കം എത്രയാണോ അതിൻ്റെ ഒപ്പം 1 ഇഞ്ച് തയ്യൽ തുമ്പ് ആഡ് ചെയ്തിട്ട് ആദ്യം നമ്മൾ ഇറക്കം മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പം എനിക്ക് വരുന്ന ഇറക്കം ഒരു 14 ഇഞ്ചാണെന്നുണ്ടെങ്കിൽ 14 പ്ലസ് 1 ഇഞ്ച് തയ്യൽ തുമ്പ്, അങ്ങനെ 15 ഇഞ്ച് ആദ്യം നമ്മൾ ഇറക്കം മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ നമ്മുടെ ബ്ലൗസിന്റെ ഇറക്കം മാർക്ക് ചെയ്തതിന് ശേഷം അടുത്തതായിട്ട് ചെയ്യേണ്ടത് കഴുത്തകലാണ്. ഇപ്പൊ എൻ്റെ ഒരു ബ്ലൗസിന്റെ കഴുത്തകൽ എന്ന് പറയുന്നത് 5 ആണെന്നുണ്ടെങ്കിൽ അതിന്റെ പകുതി നമുക്ക് 2.5 വരും. ആ 2.5യിൽ നിന്ന് ഒരു 1/4 ഇഞ്ച് മൈനസ് ചെയ്തിട്ട് വേണം നമ്മൾ എപ്പോഴും കഴുത്തകൽ മാർക്ക് ചെയ്യാൻ. നമ്മുടെ കഴുത്തകലം എത്രയാണോ അതിന്റെ പകുതിയിൽ നിന്നും 1/4 ഇഞ്ച് നമ്മൾ കുറയ്ക്കണം. അതുപോലെ തന്നെ കഴുത്തിന്റെ ഇറക്കത്തിന്റെ ഒപ്പം നമ്മൾ ഒരു 1/2 ഇഞ്ച് അല്ലെങ്കിൽ 1/4 ഇഞ്ച് കൂട്ടണം. അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഷോൾഡർ പിടിക്കുമ്പോൾ അവിടെ അത് കുറഞ്ഞു പോകും. എനിക്കൊരു 7 ഇഞ്ച് കഴുത്തിന്റെ ഇറക്കം വേണമെന്നുണ്ടെങ്കിൽ ഞാനൊരു 7.5 ഇഞ്ച് ചെയ്യേണ്ടത് നമ്മുടെ ആം ഹോൾ മാർക്ക് ചെയ്യലാണ്. ആം ഹോൾ എന്ന് പറയുമ്പോൾ നമ്മുടെ കഴുത്തകലും ഷോൾഡറും കൂടിയും എത്രയാണോ വരുന്നത് അത് ആഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഒപ്പം ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ചെസ്റ്റ് എത്രയാണോ, നമുക്കൊരു 40 ഇഞ്ച് വണ്ണമാണെന്നുണ്ടെങ്കിൽ അതിന് 4/1 ഭാഗം എന്ന് പറയുന്നത് ഒരു 10 ഇഞ്ചാണ്. അപ്പോൾ ആ 10 ഇഞ്ച് വണ്ണം പ്ലസ് തയ്യൽ തുമ്പാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എനിക്കിവിടെ ആം ഹോൾ വന്നിരിക്കുന്നത് 5.5 ഇഞ്ചാണ്. 2.25 ഇഞ്ച് കഴുത്തകലും 2.25 ഇഞ്ച് ഷോൾഡറാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 5 ഇഞ്ചും അതേപോലെ തന്നെ അതിൻ്റെ ഒപ്പം ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി കൂട്ടിയിട്ടാണ് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി വേസ്റ്റ് നമുക്ക് എത്രയാണോ അതിൻ്റെ 4/1 ഭാഗം പ്ലസ് തയ്യൽ തുമ്പ്. ഇനി ഞാൻ ഇതൊരു 1.5 ഇഞ്ചിലാണ് ഞാനിപ്പോൾ നമ്മുടെ ആം ഹോളിൻ്റെ അവിടെ കുഴിച്ചു വെട്ടാൻ എടുത്തിരിക്കുന്നത്. അത് നമ്മൾ ഷേപ്പ് വരച്ചതിന് ശേഷം നമ്മൾ ആം ഹോൾ ഒന്ന് ഷേപ്പ് കൊടുക്കുക. അതുപോലെ തന്നെ നെക്ക് ഷേപ്പ് കൊടുക്കുക. നെക്കിന് ഇവിടെ താഴെ ഭാഗം എപ്പോഴും നമ്മൾ കുറച്ചും കൂടി വീതി കൂട്ടിയെടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ബാക്ക് പോർഷന്റെ ബ്ലൗസിന്റെ കട്ടിങ് കഴിഞ്ഞിരിക്കുന്നു. ഇത്രയാണ് നമ്മുടെ ബാക്ക് പോർഷന്റെ കട്ടിങ് വരുന്നത്.